ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുക. ഈ ഈശോ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് നിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 28-ാം തിരുവചനം: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. എൻ്റെ ഈശോ പറയുക, നീ അധ്വാനിക്കുന്ന വ്യക്തിയാണോ, നീ ഭാരം വഹിക്കുന്ന വ്യക്തിയാണോ, നീ എൻ്റെ അടുക്കലേക്ക് വാ. ഈശോയുടെ അടുക്കലേക്കല്ല എന്നാ പറയുക. എന്നിട്ട് ഈശോ പറയും, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാന്നുള്ളത്. നിൻ്റെ ഭാരങ്ങൾ, നിൻ്റെ അധ്വാനങ്ങൾ, നിൻ്റെ കഷ്ടപ്പാടുകളെല്ലാം ഈശോ കാണുന്നുണ്ട്. കണ്ടിട്ട് പറയാം, മോനെ മോളെ, നീ അത് സഹിച്ചുകൊണ്ട് നിൽക്കേണ്ട വ്യക്തിയല്ല, നീ ഇങ്ങനെ ഡിമ്മായിട്ട് നിൽക്കേണ്ട വ്യക്തിയല്ല, നീ എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുക. അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളണം, നിൻ്റെ സങ്കടങ്ങൾക്ക് ആശ്വാസം നൽകാൻ ഈശോയ്ക്ക് കഴിയും, ഉത്തരം തരാൻ കഴിയുമെന്ന് ബോധ്യമുണ്ടായിട്ട്, അതിന് അധികാരമുണ്ടായിട്ട് ഈശോ നിന്നെ ക്ഷണിക്കുക, എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. ഈ പ്രഭാതത്തിൽ നിൻ്റെ ഈശോ തൻ്റെ പക്കലേക്ക് നിന്നെ ക്ഷണിക്കുക. നിനക്ക് ജീവിതത്തിൽ ഭാരങ്ങളുണ്ട്, പക്ഷേ അവിടുത്തെ കരങ്ങളിൽ ആശ്വാസമുണ്ട്. ഈശോയോട് ചേർന്ന് ആശ്വാസം അനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചിട്ട് ഒന്ന് കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ച്. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോ, നിന്റെ ആശ്വാസം അനുഭവിക്കുവാൻ, എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നീ കാണുന്നുണ്ടെന്നുള്ള ബോധ്യത്തിൽ നീങ്ങുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം. ഈ ദിവസത്തിന് വേണ്ടത് ആ നന്മകൾ, കൃപകളെല്ലാം നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേപ്പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമേ.